ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാഷണൽ അപ്പോസ്തോലിക് മീഡിയയുടെ വചനധ്യാനത്തിലേക്ക് ഡെയിലി മന്ന എന്ന ഈ പ്രോഗ്രാമിലേക്ക് ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്ന വേദഭാഗം മലാഖി പുസ്തകം 1-6 വാക്യത്തിൻ്റെ ആദ്യ ഭാഗമാണ്. അതിങ്ങനെ വായിക്കുന്നു: മകൻ അപ്പനെയും ദാസൻ യജമാനനെയും ബഹുമാനിക്കേണ്ടതല്ലോ. ഞാൻ അപ്പനെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ? ഞാൻ യജമാനനെങ്കിൽ എന്നോടുള്ള ഭക്തി എവിടെയെന്ന് സൈന്യങ്ങളുടെ യഹോവ തൻ്റെ നാമത്തെ തുച്ഛീകരിക്കുന്നവരോട് ചോദിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ കർത്താവ് തന്നിരിക്കുന്ന ആദ്യ കൽപ്പന തന്നെ എന്താണ്? ദൈവത്തെ അല്ലാതെ ആരെയും ആരാധിക്കരുത്, ഒന്നിനെയും ആരാധിക്കരുത്, അന്യദൈവങ്ങളെ ആരാധിക്കരുത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കൽപ്പന തന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ, നാം പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടുകൂടെ കർത്താവിനെ സ്നേഹിക്കണം എന്നുള്ളതാണ്. ആ സ്നേഹത്തിൽ നിന്ന് വരുന്ന ആരാധനയും വിശ്വാസവുമാണ് കർത്താവ് നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ പഴയ നിയമത്തിൽ പല യാഗങ്ങളും പല കാര്യങ്ങളും പ്രത്യേക ചടങ്ങുകളുമൊക്കെ ദൈവീയമായ ആരാധന ആയിട്ട് ചെയ്തു വന്നിരുന്നു. നിയമങ്ങൾ പലതുണ്ടായിരുന്നു. അവിടെ പെട്ടകമുണ്ടായിരുന്നു. പെട്ടകത്തിനകത്ത് കൽപ്പനകൾ എഴുതിയ 2 കൽപ്പലകകളുണ്ടായിരുന്നു. മന്ന ഇട്ട് വെച്ച പാത്രം, പൊൻപാത്രമുണ്ടായിരുന്നു. അഹരോൻ്റെ തളിർത്ത വടിയുണ്ടായിരുന്നു. ഇതൊക്കെയും വെച്ചിട്ടുള്ള ആ പെട്ടകത്തിൻ്റെ മുകളിൽ കർത്താവിൻ്റെ കൃപാസനമുണ്ടായിരുന്നു. 2 കെരൂബുകൾ അവിടെ ഉണ്ടായിരുന്നു. സമയാസമയത്ത് കർത്താവ് പ്രത്യക്ഷപ്പെടേണ്ടപ്പോൾ ആ കൃപാസനത്തിൻ്റെ മുകളിൽ കർത്താവ് പ്രത്യക്ഷപ്പെടുമായിരുന്നു. എന്നിട്ട് മഹാപുരോഹിതനോട് സംസാരിക്കുമായിരുന്നു. ഇതായിരുന്നു അന്നത്തെ ആരാധനാ രീതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ദൈവത്തിൽ നിന്നും ആലോചന അങ്ങനെയാണ് ലഭിച്ചുകൊണ്ടിരുന്നത്. ദൈവത്തിന് യാഗമർപ്പിച്ചു കൊണ്ടിരുന്നതിൽ ആ പെട്ടകത്തിന് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് പുതിയ നിയമസഭയിൽ ഇങ്ങനെയുള്ള പെട്ടകം കാണത്തക്ക രീതിയിൽ ഇല്ലെങ്കിൽ തന്നെയും നാം ഒക്കെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വഹിക്കുന്ന പെട്ടകമാക്കി കർത്താവ് തീർത്തിരിക്കുകയാണ്. നാം ഇന്ന് ദൈവത്തിൻ്റെ പെട്ടകമാണ്. ദൈവത്തെ ഉള്ളിൽ വഹിക്കുന്നവരാണ്. ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. ഇത് നാം മനസ്സിലാക്കണം. അപ്പോൾ ദൈവമുണ്ടെന്ന് നാം അറിഞ്ഞാൽ മാത്രം പോരാ. ദൈവം ആരാണ്? ദൈവത്തിന് കൊടുക്കേണ്ടതായ ശരിയായ ബഹുമാനം, സ്നേഹം, വിശ്വാസം എല്ലാം ദൈവത്തിന് ആവശ്യമാണ്. എന്ന് വെച്ചാൽ ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസമാണ് ആവശ്യമെന്ന് വചനം പറയുന്നു. നാം പഴയ നിയമത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഓബേദ്-ഏദോമിൻ്റെ വീട്ടിൽ പെട്ടകം 3 മാസം ഇരുന്നതേ ഉള്ളൂ. എന്നാൽ ആ ഭവനം മുഴുവനും അനുഗ്രഹിക്കപ്പെട്ടു എന്ന് നാം കാണുന്നുണ്ട്. എന്നാൽ 20 വർഷം അബീനാദാബിൻ്റെ ഭവനത്തിൽ ആ പെട്ടകം ഇരുന്നു. അവിടെ ഇരുന്നപ്പോൾ അതൊരു വസ്തുവായി മാത്രം ഇരുന്നുവെങ്കിൽ ഓബേദ്-ഏദോമിൻ്റെ ഭവനത്തിൽ അതിരുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യമായിട്ട് തന്നെയാണ്. അതിൻ്റെ അടയാളമായിട്ട് നാം മനസ്സിലാക്കുന്നത് ഓബേദ്-ഏദോമിൻ്റെ ഭവനത്തിലുള്ള ഏകദേശം 62-65 വ്യക്തികൾ കർത്താവിന് സംഗീതം പാടാനായിട്ടും കർത്താവിനെ വർഷിപ്പ് ചെയ്യാനായിട്ടും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തിന് ലഭിക്കേണ്ടിയിരുന്ന അല്ലെങ്കിൽ കൊടുക്കേണ്ടിയിരുന്ന ബഹുമാനം ഓബേദ്-ഏദോമിൻ്റെ ഭവനത്തിൽ നിന്നും ലഭിച്ചു എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത്. അപ്പോൾ ദൈവത്തെ ബഹുമാനിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ പെട്ടകം ഇരിക്കുന്ന ഇടം അനുഗ്രഹിക്കപ്പെടുന്നത്. വെറും 3 മാസം മാത്രമേ അവിടെ ഇരുന്നുള്ളൂ. എന്നാൽ ആ കുടുംബം മുഴുവനും
അനുഗ്രഹിക്കപ്പെട്ടു എന്ന് നാം മനസ്സിലാക്കുന്നു. എന്നാൽ മറ്റ് ആ അബീനാദാബിൻ്റെ വീട്ടിലിരുന്നപ്പോൾ അതൊരു വസ്തുവായി വെറുതെ അവിടെ ഇരിക്കുകയായിരുന്നു. ദൈവത്തിന് കൊടുക്കേണ്ടതായ ബഹുമാനം അവിടെ ലഭിച്ചില്ല. ഉസ്സ തന്നെയും വിശുദ്ധിയില്ലാതെ കൈകൾ ആ പെട്ടകത്തിലേക്ക് നീട്ടിയപ്പോഴാണ് ദൈവം അവനെ ബാധിച്ചത്, അവൻ മരിക്കാനിടയായത്. ദൈവമക്കളെ, നമുക്ക് മനസ്സിലാക്കേണ്ടതായ വസ്തുത എന്താണെന്ന് വെച്ചാൽ, ഇന്ന് കർത്താവ് നമ്മുടെ ഹൃദയങ്ങളിൽ വാഴുകയാണ്. നമ്മെയൊക്കെയും വിശുദ്ധീകരിച്ച് നാൾതോറും നമ്മെ ദൈവത്തിൻ്റെ അടുത്തേക്ക് വളർന്ന് വഴത്തക്കവണ്ണം, ദൈവത്തിൻ്റെ അടുക്കലേക്ക് എത്തത്തക്കവണ്ണം നമ്മളെ പ്രാപ്തരാക്കി തീർക്കുകയാണ്. അത് നാം ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ച് അവന് കൊടുക്കേണ്ടതായ ബഹുമാനം നാം കൊടുക്കണം. ഇന്ന് കൽപ്പനകളല്ല, സ്നേഹത്തോടെ കർത്താവിനെ ആരാധിക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതിനായി നമ്മെ ഒരുക്കിയിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അടിയങ്ങളുടെ കുറവുകളെ ഓർക്കാതെ, കർത്താവേ, അടിയങ്ങളിൽ വിശ്വാസത്താൽ ഞങ്ങളിൽ വസിക്കുവാൻ തക്കവണ്ണം അങ്ങൊരുക്കിയിരിക്കുന്ന വ്യവസ്ഥയ്ക്കായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, നിൻ്റെ നാമം എന്നും മഹത്വീകരിക്കുവാൻ തക്കവണ്ണം അടിയങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വവും കർത്താവിന്. പ്രൈസ് ദി ലോർഡ്.